എത്തിയിരുന്നു. അതേപോലെ കുളനടയുടെയും നമ്മുടെ പത്തനംതിട്ട കേരളത്തിൻ്റെ ഒക്കെ തന്നെ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ ശ്രീ NC മനോജ് എത്തിയിരുന്നു. സംഭവ മഹാസഭ പോലെയുള്ള സംഘടനയുടെ പ്രഥമ സ്ഥാനീയനായ താലൂക്ക് പ്രസിഡന്റ് ഗിരീഷ് തയ്യാട്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാം സന്ദർശിക്കുകയുണ്ടായി. അതേപോലെ വിനീഷ് സാംബവൻ, അങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ ഇടയിൽ ഈ പരിപാടികൾക്കായി സാന്നിധ്യം കൊണ്ട് എത്തിയിട്ടുണ്ട്. ശൈലജ മാഡത്തിന്റെ പ്രഭാഷണവും ഈ സംവാദത്തിലും പങ്കെടുക്കുവാൻ ധാരാളം ആളുകൾ ഈ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ചേർന്ന്, നമുക്കറിയാം ഇതൊരു പാർക്കാണ്, ധാരാളം ആളുകൾ ഇതിന് പുറത്തും ഈ സംവാദം ശ്രവിക്കുന്നുണ്ട്. എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. പേര് കൂടി ഞാൻ കുളനടയിലെത്തും. വൈകുന്നേരങ്ങളിൽ സംസാരിച്ചാണ് ഇങ്ങനൊരു കാലം രൂപപ്പെട്ടത്. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ കാലം രൂപപ്പെടുന്നതിന് മുമ്പ് രാജനും ഞാനും രായൻ സാറും ഒക്കെ കൂടിയിട്ട് കേരളത്തിലെ ഒരു മഹാനായ ധനതത്വ ശാസ്ത്രജ്ഞൻ, ഒരുപക്ഷെ കേരളത്തിലെ ഗവൺമെന്റുകൾ ആലോചിച്ചിരുന്നുവെങ്കിൽ ഒരു വൈസ് ചാൻസലർ, അല്ലെ കേരളത്തിലെ ആസൂത്രണ ബോർഡ് ചെയർമാൻ സമയത്താണ് അനുസ്മരണം രേഖപ്പെടുത്തുവാനായി ഞങ്ങൾ ആദ്യമായി ഒത്തുകൂടും. ഞാൻ പറഞ്ഞത് അതൊരു കാലത്തിന്റെ പിറവിയാണ്. പിന്നെ ഇങ്ങനെ ആലോചിച്ച് കൂടിയാൽ എന്തെങ്കിലുമൊക്കെ സാംസ്കാരിക പരിപാടികൾ ഒക്കെ ചെയ്യാവുന്ന ഒരു ഇടമാണ് പന്തളവും കുളനടയൊക്കെ ചേരുന്നത്. പക്ഷെ ഞങ്ങളുടെ മുന്നിൽ ആദ്യം വന്നപ്പോൾ ഇങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ആദ്യം ചർച്ചയ്ക്ക് വന്നത്. അതെന്തുകൊണ്ടും നന്നായി എന്ന് രാവിലെ മുതൽ നിങ്ങളോടൊപ്പം ഇടപെടുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നി. മനസ്സിന് ഭയങ്കര സന്തോഷവും. ഇപ്പം സഖാവിനും രാജനും ഒക്കെ അറിയാം, ഏതാണ്ട് 10-25 വർഷത്തിലധികമായി സാംസ്കാരിക രംഗത്ത്, പന്തളത്തെയും ചേരിക്കലെയും ഒക്കെ ഇടപെടുന്ന സാംസ്കാരിക രംഗത്ത് ജീവിതമൊക്കെ തൊലച്ച് കളഞ്ഞവരെന്ന് പറയാം. ഞാൻ പലപ്പോഴും തിരിഞ്ഞാലോചിക്കാറുണ്ട്. 25 വർഷം കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ സാംസ്കാരിക പ്രവർത്തനമായി അറിയപ്പെടണം, അല്ലെ അത്തരത്തിലൊക്കെയാണ് സാംസ്കാരിക പ്രവർത്തനത്തിന് വേണ്ടി ജീവൻ പോലും ത്യജിച്ചു കളഞ്ഞത്. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു സന്തോഷവും മനസ്സിനൊരു സമാധാനവും ഇന്നുണ്ടായി. കാരണം ഇത്തരമൊരു പരിപാടിക്ക് പങ്കെടുത്ത കുട്ടികളുടെ പ്രകടനം, ക്ലാസ് എടുത്ത പദ്ധതിയാണ്. അത് ഇപ്പൊ നിങ്ങൾ കുട്ടികളായിട്ടുള്ളവർ പഠിക്കുന്നു, നാളെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അമ്മയും അച്ഛനുമായിട്ട് കുട്ടികൾക്ക് വേണ്ടി പഠിക്കുന്നു, അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു, അവരുടെ കൂടെ പോകുന്നു, അവർക്ക് വേണ്ടി ഉറക്കഴിക്കുന്നു, അല്ലേ? അപ്പൊ ആർക്കും ഈ പഠിക്കുക എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, എസ്കേപ്പ് അടിക്കാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴാണോ പഠിക്കുക എന്ന പദ്ധതിയിൽ വെള്ളം ചേർക്കുന്നത്, കളങ്കം കാണിക്കുന്നത്, അവിടെ നിങ്ങൾ ജീവിതത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പരാജയപ്പെടും. നിങ്ങൾ മീൻസ് ഈ ലോകം മുഴുവനും പരാജയപ്പെടും. അതാണ് മുമ്പേ പറഞ്ഞ പോലെയാണ്, ആർക്കും പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ആർക്കും നമ്മളെ വിജയിപ്പിക്കാനും പറ്റില്ല. ക്ലാസ്സിലെ വിജയമാണോ ഈ പറയുന്നേ? ജീവിതത്തിലെ വിജയം. ആരെത്ര കൈപിടിച്ച് നടത്തിയാലും, ഏത് അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഉറക്കമൊഴിച്ചാലും, എത്ര നല്ല ട്യൂഷൻ സെന്ററിൽ കൊണ്ട് ചേർത്താലും, എത്ര നല്ല ഉടുപ്പും എത്ര നല്ല കുഴിമന്തിയും എത്ര ഷവർമയും ഒക്കെ വാങ്ങിച്ചു തന്നാലും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കില്ല. നിങ്ങൾ മീൻസ് പഠിക്കുന്ന ആരും വിജയിക്കില്ല. പക്ഷെ പിന്നെ എപ്പോ വിജയിക്കും? എപ്പോ വിജയിക്കും? ഈ കുഴിമന്തി ഇല്ലെങ്കിലും, അല്ലേ, ഈ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും, ആരും പറഞ്ഞില്ലെങ്കിലും നമ്മൾ തന്നെ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ വിജയിക്കും. ഇത് സത്യമല്ലേ? സത്യമല്ലേ? ഇപ്പൊ പഴയ കാലത്തിൽ നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ നിങ്ങളെ വഴക്ക് പറയുമ്പോ പറയുന്ന ചില കാര്യങ്ങളില്ലേ, ഞങ്ങൾക്കൊക്കെ ഉടുത്തത് മാറി ഉടുക്കാനുണ്ടായിരുന്നില്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നില്ല, 5 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയിട്ടുള്ളത്, ഉച്ചയ്ക്ക് പഷ്ണിയായിരുന്നിട്ടുള്ളത്. ഇതൊക്കെ ചില രക്ഷിതാക്കൾ കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോ, അല്ലെങ്കിൽ പേപ്പറിൽ മാർക്ക് കുറഞ്ഞു പോകുമ്പോ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചർമാര് അച്ഛനെ വിളിച്ചോണ്ട് വന്നാൽ മതി, അമ്മയെ വിളിച്ചോണ്ട് വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോ ഇവര് അല്ലമുറയിട്ട് പറയും, നിനക്ക് എന്തിന്റെ കുറവാണ് ഇവിടെ, എന്തില്ലാഞ്ഞിട്ടാണ്, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു.
ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ ഭക്ഷണമോ ഈ നല്ല വസ്ത്രമോ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ നമ്മുടെ ജീവിത വിജയത്തിന് സഹായിക്കുമോ? അങ്ങനെ സഹായിക്കുമായിരുന്നെങ്കിൽ എല്ലാവർക്കും A+ കിട്ടും, അല്ലേ? എല്ലാവർക്കും സിവിൽ സർവീസ് കിട്ടും, എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന എല്ലാ സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റും. ഓ, നിങ്ങൾക്ക് അങ്ങനെയല്ലേ? അല്ലെ? ഒത്തിരി എനർജി ഇങ്ങനെ വരുമ്പോ നമുക്കൊരു സന്തോഷം വരും, അല്ലേ? ഒരു ചെറിയ വെള്ളം കണ്ടാൽ അവിടെ കുളിക്കാൻ ഇറങ്ങാൻ തോന്നുമോ? ആ സമയം പെട്ടെന്ന് ചാടി മുങ്ങാൻകുഴി ഇടാൻ